ഹായ്, ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കറിവേപ്പിനും മാതളത്തിനും ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ അത്യാവശ്യം കൊടുക്കേണ്ട നല്ല രീതിയിൽ ആർത്ത് കിളുത്ത് വരുവാനായിട്ടും കറിവേപ്പ് നിറയെ ഇലകളൊക്കെ ആയിട്ട് തഴച്ച് വളരുവാനും നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു വളത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വളം ഇവയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് തുടർന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ കറിവേപ്പ് നട്ടു കൊടുക്കുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് നട്ടു കൊടുക്കുക. അപ്പോൾ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കറിവേപ്പ് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം നട്ടു കൊടുക്കാൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഉണക്ക സമയത്ത് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടിയിലാണ് നമ്മൾ നട്ടു കൊടുക്കുന്നതെങ്കിൽ അത്യാവശ്യം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വെള്ളം വലിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അവയ്ക്ക് നല്ല രീതിയിൽ വെള്ളം അതിന് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിലെ മാതളം അതുപോലെ തന്നെ ചട്ടിയിലും നമുക്ക് നല്ല രീതിയിൽ ടെറസിൻ്റെ മുകളിലും ഒക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അല്ലാതെ സ്ഥലപരിമിതിയുള്ളവർക്ക് ചട്ടിയിൽ നല്ല രീതിയിൽ നിറയെ മാതളം പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളം കൊടുത്താൽ മാത്രമേ അവയ്ക്ക് നല്ല രീതിയിൽ വളരുവാനും അതുപോലെ കായ്കൾ ഉണ്ടാകാനും കഴിയുള്ളൂ. അപ്പോൾ ഇവയ്ക്ക് രണ്ടിനും ഏകദേശം സെയിം മെത്തേഡാണ് നമ്മൾ രീതിയിലാണ് വളം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ നോട്ടത്തിൽ രണ്ടും ഒരേപോലെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും ഞാൻ നട്ട് വളർത്തുന്നുണ്ട്, ഒരേപോലെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ടും സെയിം വളം തന്നെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മാതളം നല്ലതായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കറിവേപ്പ് നിറയെ ഇലകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാം, നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ പണ്ടൊക്കെ പാഴാക്കി കളയുന്നത്, അതായത് നമ്മൾ വേസ്റ്റ് ഇറച്ചി കഴുകുന്ന വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൂരെ കൊണ്ടുവന്ന് കളയാറായിരുന്നു പതിവ്. ഇപ്പം നമുക്ക് കുറേയൊക്കെ അറിയാം, ആ വെള്ളത്തിൽ നല്ല രീതിയിൽ ചെടികൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും, പ്രോട്ടീനും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ അളവും അതുപോലെ കാൽസ്യത്തിൻ്റെ അളവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവയുടെ കൂടി മറ്റ് ചില ഐറ്റംസ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെടികൾക്ക്, അതായത് പച്ചക്കറിക്ക് അതുപോലെ തന്നെ മറ്റ് ചെടികൾക്ക് ഒക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് കറിവേപ്പിനും അതുപോലെ തന്നെ മാതളത്തിനും. ഇത് രണ്ടും സെയിം ഏകദേശം ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി കഴുകുന്ന നല്ല ആദ്യമേ നമ്മൾ 2-3 തവണ നല്ലതുപോലെ കഴുകുന്ന ആ വെള്ളം മൊത്തത്തിൽ മാറ്റിയെടുത്ത് വെക്കുക. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ബോഗൺവില്ല, അഡീനിയത്തിനൊക്കെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും. ബോഗൺവില്ല നിറയെ ഉണക്ക സമയത്തൊക്കെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും. അതിന് നേരത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഈ വെള്ളം പുളിപ്പിക്കാനായിട്ട് വെക്കണം. പുളിപ്പിക്കാനായിട്ടെന്ന് വെച്ചാൽ ഒരു വേസ്റ്റൊക്കെ ഇടുന്ന പാത്രത്തിലാണല്ലോ നമ്മളിത് ഒഴിച്ച് വെക്കാറ്. അപ്പോൾ അതിലേക്ക് അപ്പോൾ തന്നെ നമ്മൾ ഒരു പിടി എല്ലുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് എല്ലുപൊടി കൂടി ചേരുമ്പോൾ നിറയെ ചെടികളുടെ ഗ്രോത്തിന് ആവശ്യമായ എല്ലാ കണ്ടൻറ്റും ഉണ്ടാകും. പൊട്ടാസ്യവും അതുപോലെ തന്നെ കാൽസ്യം, പ്രോട്ടീന് എല്ലാ ഘടകങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ഈ ബോൺ മീൽ എല്ലുപൊടി കൂടി ഒരു പിടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു 3 ദിവസത്തേക്ക് ഒരു ബക്കറ്റ് അല്ലെങ്കിൽ മറ്റ് ഒരു പഴയ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞൊരു സ്പൂൺ എപ്സം സോൾട്ട് കൂടി ചേർത്തുക. മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് എപ്സം സോൾട്ട്. അപ്പം ഈ ഒരു എപ്സം സോൾട്ട് കൂടി നമ്മൾ നല്ലതുപോലെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ഇരട്ടി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല, കുറച്ച് പകുതിയോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളുടെ കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ മാതളത്തിൻ്റെയും മറ്റ് ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. കറിവേപ്പൊക്കെ തഴച്ച് വളരും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചട്ടിയിൽ കൂടുതൽ വളമൊന്നും നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല. വലിയ ഡ്രമ്മിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറച്ചുകൂടി വളങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ മാതളമൊക്കെ നന്നായി പിടിച്ച് കിട്ടുവാനായിട്ടും അതുപോലെ കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരുവാനായിട്ടും ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഈ ഒരു വളം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. അപ്പോൾ ഞാനീ പറയുന്നത് 100% ഞാൻ ഉപയോഗിച്ച് ഞാൻ മണ്ണിലും കൊടുത്തേക്കുന്നതിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നല്ല രീതിയിൽ നമുക്ക് കറിവേപ്പ് പിടിച്ച് കിട്ടുവാൻ